ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചൂട് കാലത്തും അതുപോലെ തന്നെ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ ഈ ഡ്രിങ്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ. നല്ല നമ്മുടെ ശരീരത്തിന് കുളിർമയേകുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 കപ്പ് പാൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 ഗ്ലാസ് ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ പാല്. അപ്പം ഞാനിവിടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് നമുക്ക് സാധാരണ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ആ ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും നമുക്ക് പാല് വറ്റിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം പഞ്ചസാരയോ ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പാലിൽ നിന്ന് ഞാൻ കുറച്ച് പാലെടുത്ത് ഈ പാൽപ്പൊടിയിലേക്ക് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചൂടായ പാലൊക്കെ നമ്മൾ ഈ പാൽപ്പൊടിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ആകും കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ പാൽപ്പൊടി മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാൽപ്പൊടിയുടെ മിക്സ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും കേട്ടോ അടിയിലൊക്കെ. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ ഈ പാല് തിളപ്പിക്കുമ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലും അതുപോലെ തന്നെ പാൽപ്പൊടി പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈവിടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ചൂടായതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടി നമ്മുടെ പാലൊക്കെ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലൊക്കെ കണ്ടില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കാം. നല്ല പോലെ തന്നെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചവ്വരിയാണ് ഇതിലേക്ക് വേണ്ടത്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ചെയ്താൽ വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്താലും മതി. അപ്പോൾ ഞാനിതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. നമ്മുടെ ചവ്വരി കണ്ടിട്ട് നല്ല പോലെ തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചവ്വരിയൊക്കെ വറുത്ത് വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചവ്വരിയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി ഒരു അരിപ്പയിലൂടെ അരിച്ചുകൊണ്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാല് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 തവി ചവ്വരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല തണുപ്പായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ മിക്സ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വീഡിയോ മിസ്സായതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഏതാണ് ഫ്രൂട്ട് വേണ്ടത് അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആപ്പിൾ, അതുപോലെ തന്നെ മുന്തിരി, പച്ചമുന്തിരി, അതുപോലെ തന്നെ കറുപ്പ് മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഫ്രൂട്ട് വേണ്ടത് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഞാനിത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണ്ട നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രിങ്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. കാണാൻ തന്നെ നല്ല കളർഫുൾ ആയിട്ടില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സബൂദാന ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ചൂട് കാലത്തും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.